ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ തീർച്ചയായിട്ടും ഒരു സീരീസ് ഡിസൈഡറായി മാറാൻ പോകുന്ന മത്സരമാണ് നാളെ ആരംഭിക്കാനായി പോകുന്നത്. മാഞ്ചസ്റ്ററിൽ നാളെ 4ാം ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് 11-ുമായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തോറ്റാൽ പരമ്പര നഷ്ടമായേക്കാവുന്ന മത്സരത്തിൽ നിർണായക മാറ്റങ്ങളുമായാണ് ടീം ഇന്ത്യ നാളെ ഇറങ്ങുന്നത്. നിർണായകമായ പല സെലക്ഷൻ ക്വസ്റ്റ്യനുകൾക്കും ഗംഭീറും ഗില്ലും ഇതിനോടൊപ്പം തന്നെ ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഇതിൽ ആദ്യം എത്തുന്ന ചോദ്യം കരുൺ നായർക്ക് പകരം സായ് സുദർശൻ നാളെ പ്ലേയിങ് 11-ലേക്ക് എത്തുമോ എന്നുള്ള കാര്യമാണ്. 3ാം ടെസ്റ്റിന് ശേഷം കരുൺ നായർ ടീമിൽ തുടരുമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഗംഭീർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായി സായ് സുദർശൻ പ്ലേയിങ് 11-ലേക്ക് എത്താനുള്ള സാധ്യതകൾ വിദൂരമാണ്. മറ്റൊരു മാറ്റമായി പറയുന്നത് ഋഷഭ് പന്തിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിച്ചുകൊണ്ട് പകരം ധ്രുവ് ജുറലിനെ വിക്കറ്റ് കീപ്പർ ആക്കുന്ന ഒരു നീക്കമാണ്. കൈവിരലിന് പരിക്കേറ്റ ഋഷഭ് പന്തിന് പകരം ധ്രുവ് ജുറലായിരുന്നു 3ാം ടെസ്റ്റിൽ ടീം ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ആയിരുന്നത്. പന്ത് ട്രെയിനിങ് സെഷനുകളിൽ കീപ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് 4ാം ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പിംഗ് നൽകാനുള്ള സാധ്യതകൾ കുറവാണ്. സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഋഷഭ് പന്തിനെ കളിപ്പിക്കാനായി എത്തുമ്പോൾ ധ്രുവ് ജുറലായിരിക്കും ടീമിന്റെ വിക്കറ്റ് കീപ്പറായി എത്തുക എന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത്. നിലവിൽ ടീമിൽ പരിക്കിന്റെ പിടിയിലായ മറ്റൊരു താരം ആകാശ് ദീപാണ്. അദ്ദേഹം 4ാം മത്സരത്തിനായി അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളൊരു സെലക്ഷൻ അപ്ഡേറ്റ് നേരത്തെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പകരക്കാരനായി കുൽദീപ് യാദവിനെ ടീം ഇന്ത്യ കളിപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പിച്ച് സ്ലോ ആയി കാണപ്പെടുന്ന സാഹചര്യത്തിൽ സ്പിന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഈ ഒരു സാഹചര്യത്തിൽ ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കൊപ്പം കുൽദീപ് യാദവിനെ കൂടി ടീം ഇന്ത്യ ഇറക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് 11 റിപ്പോർട്ടുകളിൽ പറയുന്നത്. ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു മാറ്റമായി പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം ഷാർദുൽ ഠാക്കൂർ പ്ലേയിങ് 11-ലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ലോങ് റൺ ബോളിംഗ് ഓപ്ഷൻസിൽ വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷൻ കൂടിയാണ് ഷാർദുൽ ഠാക്കൂർ. അതുകൊണ്ട് തന്നെ ഈ 4 മാറ്റങ്ങളാണ് ഇന്ത്യയുടെ 4ാം ടെസ്റ്റിന് മുന്നോടിയായ പ്ലേയിങ് 11-ൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 മാറ്റങ്ങളാണ് 4ാം ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11-ുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോട് കൂടി ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ SSC ജയ്സ്വാൾ, KL രാഹുൽ, കരുൺ നായർ, ശുഭ്മാൻ ഗിൽ, നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ ഷാർദുൽ ഠാക്കൂർ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ധ്രുവ് ജുറൽ, ഋഷഭ് പന്ത്, ആകാശ് ദീപ് അല്ലെങ്കിൽ കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.